ഇന്നൊരു ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. സ്കൂളിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനൊക്കെ പറ്റിയ നല്ലൊരു ചോറാണിത്. ആദ്യം തന്നെ ബസ്മതി റൈസ് കുറച്ച് കൂടുതൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വഴന്ന് വരുമ്പോൾ 4 വെളുത്തുള്ളി അരിഞ്ഞതും എരിവിനാവശ്യമായ 1-2 പച്ചമുളകും ചേർത്ത് ഇളക്കി കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്തതിന് ശേഷം 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഉപ്പ് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങി നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടാണിത്. വെന്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഷേഷ്വാൻ ഫ്രൈഡ് റൈസ് മസാല ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം എരിവുള്ള ഒരു മസാലയാണിത്, അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. അരി വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫ്രൈഡ് റൈസ് മസാലയിൽ അത്യാവശ്യം നല്ലതുപോലെ ഉപ്പുണ്ടാകും. അതുപോലെ റൈസിനോട് മസാല ആദ്യം കുറച്ച് ചേർത്തതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഉപ്പും എരിവും ഒക്കെ കൂടി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായതുകൊണ്ട് ഞാനിതിൽ കുറച്ച് മാത്രം മസാല ചേർത്തിട്ടുള്ളൂ. കൂടുതൽ ചേർത്ത് കൊടുത്താൽ നിറവും മണവും രുചിക്കും എല്ലാം വ്യത്യാസമുണ്ടാകും. തലേദിവസം ചോറ് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചോറാണിത്. ജോലിക്ക് പോകുന്നവർക്കൊക്കെ നല്ലതുപോലെ ഉപകാരപ്പെടുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. താങ്ക്